ആസ്പിറൻസ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യാൺ ആൻഡ് യാൺ നമ്പറിംഗ് സിസ്റ്റത്തെ പറ്റിയാണ്. മെയിൻലി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം തന്നെയാണ് യാൺ ആൻഡ് യാൺ നമ്പറിംഗ് സിസ്റ്റം. നമ്മുടെ ഫിഷിംഗ് ഗിയർ മെറ്റീരിയൽസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് യാൺ ആൻഡ് യാൺ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിന്ന് അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് യാൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് യാൺ നമ്പറിംഗ് സിസ്റ്റംസ്, റോപ്സ്, ട്വൈൻസ്, നെറ്റിംഗ് യാൺസ് എന്താണ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി യാൺസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫിഷിംഗ് ഗിയർ മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആൻസിസ്റ്റേഴ്സ് കാലം തൊട്ടേ ഒരു മാൻകൈൻഡ് ഉണ്ടായപ്പോൾ തൊട്ടേ ഉള്ള ഒരു ഒക്കുപ്പേഷനാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. അന്ന് തൊട്ടേ നമ്മൾ ഫിഷിംഗ് ഗിയർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അന്നൊക്കെ ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള യാൺസുകളൊക്കെയാണ്. മെയിൻലി ഗ്രാസസുകൾ, അതുപോലെ തന്നെ ഹെമ്പ്, സിസാല്, നമ്മൾ ലീഫ് കിട്ടുന്ന ഫൈബേഴ്സ്, നമ്മൾ നാച്ചുറലി ഉള്ള ഫൈബേഴ്സാണ് ആദ്യ കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്, ഇത് ഒത്തിരി നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബയോഡീഗ്രേഡബിൾ ആണ്. അത് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് ചീത്തയായിപ്പോൾ. അപ്പോൾ ആണ് അതിന് ഇൻസ്റ്റഡായിട്ട് ആ ഒരു നാച്ചുറൽ ഫൈബേഴ്സിനെ യൂസ് ചെയ്യുന്നതിന് ഇൻസ്റ്റഡായിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് ഫൈബേഴ്സാണ്. ഒരു സ്റ്റോൺ ഏജ്, ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡിലൊക്കെ നമ്മൾ നാച്ചുറൽ യാൺസ് ആണ് കൂടുതൽ യൂസ് ചെയ്തതെങ്കിൽ ഇന്ന് ഒരു 1950s ശേഷമൊക്കെ സിന്തറ്റിക് യാണിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഒരു വലിയൊരു മാറ്റം നമ്മുടെ ഫിഷിംഗ് ഗിയർ ഇൻഡസ്ട്രിയിൽ ഒരു മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. മെയിൻലി അപ്പം ഇനി എന്താണ് നമുക്ക് യാൺസ് എന്ന് നോക്കാം. യാൺ എന്ന വേർഡ്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് യാൺ എന്ന വേർഡ് കേൾക്കുന്നത് A for ആപ്പിൾ, B for ബോൾ എന്നൊക്കെ നമ്മൾ കുഞ്ഞുനാളിൽ പഠിക്കത്തില്ലേ, നമ്മളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ UKG കേസിലൊക്കെ പഠിക്കുന്ന സമയത്ത് Y for യാൺ, Y for യാച്ച് അങ്ങനെയാണ് പഠിച്ചത്. അന്നാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ആ ഒരു വേർഡ് കേൾക്കുന്നത്. യാൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഓഫ് എ ഫൈബർ ഓർ ഫിലമെന്റ് ട്വിസ്റ്റഡ് ടുഗദർ used for making fishing nets, ropes and other gear materials. മെയിൻലി നമ്മുടെ ഫിഷിംഗ് ഇൻഡസ്ട്രിയിൽ ഇത് ഫണ്ടമെൻ്റലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിഷ് ഗിയർ മെറ്റീരിയൽസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നെറ്റ് മേക്കിങ്ങിനാണ് മെയിനായിട്ട് യാൺസ് യൂസ് ചെയ്യുന്നത്. നാച്ചുറലോ സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് യാൺസ് ഉണ്ടാക്കാം. നമ്മളുടെ ഫിഷിംഗ് ഗിയർ മെറ്റീരിയൽസിൻ്റെ സ്ട്രെങ്ത്, ഇലാസ്റ്റിസിറ്റി ഒക്കെ ഡ്യൂറബിലിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൻലി നമ്മുടെ യാണിനെ ബേസ് ചെയ്തിട്ടാണ്. മെയിൻലി ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് യാൺസ് നോക്കാം. നമ്മുടെ യാൺസിനെ ഒരു 6 ക്രൈറ്റീരിയയുടെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എങ്കിലും നമ്മൾ ഒന്നുകൂടെ അതിലേക്കൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാം. ഓക്കെ, ആദ്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തത് ബേസ്ഡ് ഓൺ ദ ഫൈബർ ടൈപ്പ്. നമ്മൾ ഏത് ടൈപ്പ് യാണാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ബേസിസിലുള്ള ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ 2 എണ്ണമാണ് നമുക്കുള്ളത്. നാച്ചുറൽ യാൺസും ഉണ്ട്, സിന്തറ്റിക് യാൺസും ഉണ്ട്. ഇപ്പം നാച്ചുറൽ യാൺസ് എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന കോട്ടൺ, സിൽക്ക്, ജൂട്ട്, ഹെമ്പ് ഒക്കെ വെച്ച് നിർമ്മിക്കുന്നതാണ് നാച്ചുറൽ യാൺസ്. ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വാട്ടർ അബ്സോർപ്ഷൻ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡീക്കേ ആയിപ്പോകും. സീ വാട്ടറിലൊന്നും അധികം വിസ്റ്റാൻഡ് ചെയ്യില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അത് നശിച്ചു പോകും. സിന്തറ്റിക് യാൺ എന്ന് പറയുമ്പോൾ നൈലോൺ ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, പോളി എഥിലീൻ ഉണ്ട്. ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നൈലോൺ തന്നെയാണ്. അത് മോഡേൺ നെറ്റിംഗ് യാൺസ് ആണ്. നല്ല സ്ട്രെങ്ത് ഉണ്ട്, വാട്ടർ അബ്സോർപ്ഷൻ കുറവാണ്, UV റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് അങ്ങനെയാണ് 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ടൈപ്പ്. രണ്ടാമതായിട്ട് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. മോണോ ഫിലമെൻ്റ് യാണ്, മൾട്ടി ഫിലമെൻ്റ് യാണ്, സ്റ്റേപ്പിൾ ഫൈബർ യാണ്. അപ്പോൾ മോണോ ഫിലമെൻ്റ് യാണെന്ന് പറയുമ്പോൾ സിംഗിൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിലമെൻ്റ് ആയുള്ള യാൺസ് ആണ് നമ്മുടെ മോണോ ഫിലമെൻ്റ് യാൺസ്. മെയിൻലി നൈലോൺ ഒരു മോണോ ഫിലമെൻ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈലോൺ മോണോ ഫിലമെൻ്റ്. നമ്മൾ ഈ ഗിൽ നെറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് നൈലോൺ മോണോ ഫിലമെൻ്റ് യാൺസുകളാണ്. അതുപോലെ മൾട്ടി ഫിലമെൻ്റ് യാൺസ് എന്ന് പറഞ്ഞാൽ ഫൈനായിട്ടുള്ള ഫിലമെൻറ്റ് ട്വിസ്റ്റ് ചെയ്തുണ്ടാകുന്നതാണ് മൾട്ടി ഫിലമെൻ്റ് യാൺസ്. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്, കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ്. നമ്മുടെ ട്രോൾ നെറ്റ്സ്, പേഴ്സീൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ മൾട്ടി ഫിലമെൻ്റ് യാണുകളാണ്. അടുത്ത സ്റ്റേപ്പിൾ ഫൈബർ യാണ്, അഥവാ സ്പൺ യാണ്. കറൻറ്റ് നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്തില്ല, റെയർലി നമ്മൾ ഫിഷിങ്ങിൽ യൂസ് ചെയ്യത്തുള്ളൂ. ചെറിയ ചെറിയ സ്മോൾ ട്വൈൻസ് അതൊക്കെ നിർമ്മിക്കാനാണ് മെയിൻലി നമ്മൾ സ്റ്റേപ്പിൾ ഫൈബർ യാണ് യൂസ് ചെയ്യുന്നത്.
അത് ചെറിയ ഷോർട്ടായിട്ടുള്ള ഫൈബേഴ്സ് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഈ യാൺ നിർമ്മിക്കുന്നത്. മെയിൻലി ഇതാണ് നമ്മുടെ മോണോഫിലമെൻറ്റ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് നമ്മുടെ മോണോഫിലമെൻ്റ് യാണ്. സിംഗിളായിട്ട് പോകുന്നുണ്ടോ? ഇത് മൾട്ടി ഫിലമെൻ്റ് ആണ്, കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഇത് സ്പണ്ണിയാണ്, ഒരു ചെറിയ ചെറിയ ഫൈബേഴ്സ് ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന യാൺസ്. അടുത്തത് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, എത്ര സ്ട്രാൻഡ്സ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സിംഗിൾ യാണ്, പ്ലൈ യാണ്, കോർഡ് യാണ്. അപ്പോൾ സിംഗിൾ യാണ് എന്ന് പറയുമ്പോഴത്തേനും ചെറിയ ഫൈബേഴ്സിനെ ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് സിംഗിൾ യാണ്. നമ്മൾ ചെറിയ നെറ്റൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ സിംഗിൾ യാണുകളാണ് ഉപയോഗിക്കുന്നത്. പ്ലൈ ആണ് അഥവാ മൾട്ടിപ്പിൾ യാണ്, ഡബിൾ യാണ് എന്നൊക്കെ അറിയപ്പെടും. 2ഓ അതിലധികമോ സിംഗിൾ യാണുകൾ ചേർന്നുള്ളതാണ് പ്ലൈ ആണെന്ന് പറയുന്നത്. ട്രോള്, ഡ്രാഗ് നെറ്റിലൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയാണ്, ഡ്രാഗ് ചെയ്യുന്ന നെറ്റിലൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള യാൻസ് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ നമ്മൾ പ്ലൈ യാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കോർഡ് യാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്ലൈ യാണുകൾ ട്വിസ്റ്റ് ചെയ്തുണ്ടാക്കുന്നതാണ് നമ്മുടെ കോൺ അഥവാ കേബിൾ യാൺ എന്ന് പറയും. കുറച്ചും കൂടെ സ്ട്രോങ്ങസ്റ്റ് ആണ്. ലാർജ് ആയിട്ടുള്ള ഫിഷിംഗ് ഗിയേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോർഡ് യാണാണ്. ഇതൊരു ഇതാണ്, ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? നമ്മൾ ഫൈബേഴ്സാണ്, ഇതാണ് ചെറിയ ചെറിയ ഫൈബേഴ്സ് ഉണ്ട്. ഫൈബേഴ്സിനെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് സിംഗിൾ യാണുകൾ ഉണ്ടാവും, സിംഗിൾ യാണുകൾ ട്വിസ്റ്റ് ചെയ്തിട്ട് പ്ലൈ യാണ് ഉണ്ടാവുന്നു, അത് കേപ്പിൾ യാണായിട്ട് മാറുന്നു. ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അടുത്തതായിട്ട് നമ്മൾ ഏത് ഡയറക്ഷനാണോ അത് ട്വിസ്റ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എസ് ട്വിസ്റ്റ് ഉണ്ട്, ഇസഡ് ട്വിസ്റ്റ് ഉണ്ട്. എസ് ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ എസ് ഷേപ്ഡ് ആയിട്ടുള്ള സ്പൈറൽസ്, അതാണ്ട് എസ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ സ്ട്രിങ്ങിനെ ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എസ് ട്വിസ്റ്റ് എന്ന് പറയും. യൂസ്വലി നമ്മൾ നെറ്റിംഗ് യാണൊക്കെ ബാലൻസ് ചെയ്യാനാണ് ഈ ട്വിസ്റ്റ് അല്ലെങ്കിൽ എസ് ട്വിസ്റ്റ് യാൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇസഡ് ട്വിസ്റ്റ് ആണെങ്കിൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ട്വൈൻ ട്വിസ്റ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇസഡ് ഷേപ്ഡ് ആയിട്ടുള്ള യാൻസുകളാണ്. മെയിൻലി ഇനി ഫിലമെൻറ്റിൻ്റെ നേച്ചറിനനുസരിച്ച്, ഏത് ഫിലമെൻറ്റിൻ്റെ എന്താണോ ഫിലമെൻ്റ് അതിൻ്റെ നേച്ചറിനനുസരിച്ച് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. കണ്ടിന്യൂസ് ഫിലമെൻ്റ് യാണുണ്ട്, ടെക്സ്ചേർഡ് യാണുണ്ട്. കണ്ടിന്യൂസ് ഫിലമെൻ്റ് യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലെസ് ആയിട്ടുള്ള 5 ഫിലമെൻസുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന യാണയാണ് കണ്ടിന്യൂസ് ഫിലമെൻ്റ് യാണെന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ സിന്തറ്റിക് ആയിട്ടുള്ള യാൻസുകളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നത് ഈ ഒരു കണ്ടിന്യൂസ് ഫിലമെൻ്റ് യാണ് വെച്ചാൽ അത് ഡ്യൂറബിൾ ആണ്. അതുപോലെ തന്നെ ടെസ്റ്റേർഡ് യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബൾക്ക്ഡ് ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്, സോഫ്റ്റ്നെസ് ഉണ്ട്, കുറച്ചുകൂടെ ക്രിംബും ബൾക്ക്ഡ് ആയിട്ടുള്ള യാൻസുകളാണ് ടെസ്റ്റേർഡ് യാൻസ്. ഈ ചില പോളിസ്റ്റർ ഫിഷിംഗ് ലൈൻസ് ഒക്കെ നമ്മൾ ടെസ്റ്റേർഡ് യാണാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഫിഷിങ്ങിൻ്റെ എൻ യൂസിനെ ബേസ് ചെയ്തിട്ട് 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. നെറ്റിംഗ് യാണ്, റോബ് യാണ്, ട്വൈൻസ്. നെറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, നോട്ട് ഹോൾഡിംഗ് ആയിട്ടുള്ള യാൻസുകളാണ് നെറ്റിംഗ് യാണ്. ഗിൽ നെറ്റ്, ട്രോൾ നെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ നെറ്റിംഗ് യാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. റോബ് യാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹെവിയാണ്, സ്ട്രോങ് ആണ്, ലെസ് സ്ട്രെച്ചബിൾ ആണ്. അതുപോലെ തന്നെ മ്യൂറിംഗ് ലൈൻസ്, ടോണിങ് റോബ്സിനകത്തൊക്കെ നമ്മൾ മെയിൻലി ഇത് ആണ് ഉപയോഗിക്കുന്നത്. ട്വൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ട്വൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ഈസി നോട്ടിങ് ഒക്കെ നടത്താൻ പറ്റുന്നതാണ് ട്വൈൻസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ലൈൻ ഫിഷിങ്, സ്മോൾ നെറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യും. ഇതൊരു നമ്മളൊരു നാച്ചുറൽ ഫൈബർ യൂസ് ചെയ്തിട്ടുള്ള നാച്ചുറൽ ഫൈബർ യൂസ് ചെയ്തിട്ടുള്ള ഒരു യാണാണ് ഈ ഒരു ഫിഗറിൽ കാണപ്പെടുന്നത്. നമ്മൾ പണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ കടകളിലൊക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മേളിലൊരു സാധനം ഇങ്ങനെ ചരട് കെട്ടിത്തൂക്കിയിട്ട് അവരിങ്ങനെ വലിച്ചെടുത്ത് കെട്ടിത്തരത്തില്ല. സെയിം സാധനമാണ് ട്വൈൻസ്. ഇങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യാൺ നമ്പറിംഗ് സിസ്റ്റം. ഇതുവരെ നമ്മൾ എന്താണ് യാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യാൺ നമ്പറിംഗ് സിസ്റ്റമാണ്. യാൺ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ടു എക്സ്പ്രസ് ദ തിക്നെസ് ആൻഡ് ഫൈനസ് ഓഫ് ദ യാൺ. ഒരു യാണിൻ്റെ തിക്നെസ്സും ഫൈനസും അറിയാൻ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ യാൺ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ.
ഇതൊരു നമ്പർ ബേസ്ഡ് ആണ്. ആ ഒരു നമ്പറിനെ നമുക്കിത് യാൺ നമ്പറിംഗ് സിസ്റ്റം കിട്ടുന്ന നമ്പറിനെ നമ്മൾ യാൺ കൗണ്ട് അഥവാ യാൺ നമ്പർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ വെയ്റ്റും ലെങ്തും, ഒരു യാണിൻ്റെ വെയ്റ്റും ലെങ്തും തമ്മിലുള്ള റിലേഷനെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു യാൺ നമ്പർ അഥവാ കൗണ്ട് നമ്പർ എന്ന് നമ്മൾ യാൺ കൗണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. മെയിൻലി യാൺ നമ്പറിംഗ് സിസ്റ്റം 2 തരമുണ്ട്. ഡയറക്റ്റ് സിസ്റ്റം ഉണ്ട്, ഇൻഡയറക്റ്റ് സിസ്റ്റം ഉണ്ട്. ഡയറക്റ്റ് സിസ്റ്റത്തിനെ നമ്മൾ വെയ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കും. ഡയറക്റ്റ് സിസ്റ്റം തന്നെ 2 തരമുണ്ട്. ഡെനിയർ സിസ്റ്റം ഉണ്ട്, ടെക്സ് സിസ്റ്റം ഉണ്ട്. ഇപ്പം ഇൻഡയറക്റ്റ് സിസ്റ്റം ലെങ്ത് സിസ്റ്റമാണ്. അത് 3 തരമുണ്ട്. മെട്രിക് സിസ്റ്റം, ബ്രിട്ടീഷ് സിസ്റ്റം ആൻഡ് റണ്ണേ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് ഡയറക്റ്റ് സിസ്റ്റം എന്ന് നോക്കാം. അപ്പം എന്താണ് യാൺ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു, അത് 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഡയറക്റ്റ് സിസ്റ്റമാണത്. ഡയറക്റ്റ് സിസ്റ്റം എപ്പോഴും മാസ് ബൈ യൂണിറ്റ് ലെങ്ത് ആണ്. മാസ് ബൈ യൂണിറ്റ് ലെങ്ത് ആണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് യാൺ. നമ്മുടെ യാൺ ഡയറക്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാൺ നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് 2 മെത്തേഡിലാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ഇപ്പം ഡയറക്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ലെങ്തിൽ മാസ് കാണുക, മെഷേഴ്സ് ദ വെയ്റ്റ് ഇൻ എ ഫിക്സ്ഡ് ലെങ്ത് എന്നുള്ളതാണ് മെയിൻലി ഡയറക്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇത് 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. ഡെനിയർ സിസ്റ്റം ഉണ്ട്, ടെസ്റ്റ് സിസ്റ്റം ഉണ്ട്. ഡെനിയർ സിസ്റ്റം നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡെനിയർ സിസ്റ്റം. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെയ്റ്റ് ഇൻ ഗ്രാം ഓഫ് 9000 മീറ്റർ ഇൻ എ സിംഗിൾ യാൺ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 9000 മീറ്റർ എന്നുള്ളത് ഇവിടുത്തെ ഫിക്സ്ഡ് ആയിട്ടുള്ള ലെങ്ത് ആണ്. വെയ്റ്റ് ഇൻ ഗ്രാം ഓഫ് 9000 മീറ്റർ ലെങ്ത് ഉള്ള ഒരു യാണിൻ്റെ വെയ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലെങ്ത്. ഇവിടുത്തെ ഫിക്സ്ഡ് ലെങ്ത് 9000 മീറ്റർ ആണ്. ഇതിന് നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് TD, DN, ഡെൻ എന്നോ ഡി എന്നോ നമ്മൾ സിംബലൈസ് ചെയ്യും ഡെനിയർ സിസ്റ്റത്തെ. മെയിൻലി മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന നൈലോൺ യാണ്ടത്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫിഷിംഗ് ഗിയറിലൊക്കെ യൂസ് ചെയ്യുന്നത് നൈലോൺ നെറ്റിംഗ് ട്വൈൻ ആണ്. അതിൻ്റെ ഡെനിയർ 210 ഡെനിയറിലുള്ളതാണ്. 210 ഡെനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9000 മീറ്റർ ഒരു സിംഗിൾ യാണ്, 210 ഗ്രാമുള്ള ഒരു സിംഗിൾ യാണ്, 9000 ലെങ്ത് ഉള്ള 210 ഗ്രാം വെയ്റ്റുള്ള ഒരു യാണ് ഡെനിയർ എത്ര 210 എന്നുള്ളതാണ്. ആണ്. അതായത് 9000 മീറ്റർ ഓഫ് യാൺ വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ 1 ഗ്രാമിൽ 9000 യാൺ ആണെങ്കിൽ 1 ഡെനിയർ. അപ്പോൾ 2 ഗ്രാം ആണെങ്കിൽ അത് 2 ഡെനിയർ, 210 ഗ്രാം ആണെങ്കിൽ 210 ഡെനിയർ. അങ്ങനെയാണ് ഇത് മെയിൻലി പോകുന്നത്. ഇത് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഡെനിയർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ TD = അല്ലെങ്കിൽ D = നമ്മൾ കാണുന്നത് വെയ്റ്റ് ഇൻ ഗ്രാം ഇൻറ്റു 9000, അത് ഫിക്സ്ഡ് ആണ്, 9000 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ മീറ്റർ. ഇതാണ് ഡെനിയർ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒരു ഇക്വേഷനാണിത്, ലെങ്ത് ഇൻ മീറ്റർ. ഡെനിയർ = വെയ്റ്റ് ഇൻ ഗ്രാം ഇൻറ്റു 9000 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ മീറ്റർ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചോദ്യം വരികയാണോ, 9000 ലെങ്ത് ഉള്ള ഒരു ഗ്രാം വെയിറ്റ് ഉള്ള 9000 ലെങ്ത് ഉള്ളതിൻ്റെ ഡെനിയർ എത്ര ആണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എന്തോ ഇട്ട് കൊടുത്താൽ മതി. ബേസിക്കലി നമ്മൾ TD = അങ്ങനെ ആ ചോദ്യം വരികയാണെങ്കിൽ TD = വെയ്റ്റ് ഇൻ ഗ്രാം എത്ര 1 ഇൻറ്റു 9000 ഡിവൈഡഡ് ബൈ എത്ര 9000, ഇത് രണ്ടും വെട്ടിപ്പോ 1 ഡെനിയർ എന്നുള്ളതാണ് ഉത്തരം. ഇത് ഡെനിയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, അത് മനസ്സിൽ വയ്ക്കുക. TD = വെയ്റ്റ് ഇൻ ഗ്രാം ഇൻറ്റു 9000 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ മീറ്റർ. ഇത് മെയിൻലി നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള മൾട്ടി ഫിലമെൻ്റ് ആയിട്ടുള്ള യാൺസിലാണ് ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.
അടുത്തത് ടെസ്റ്റ് സിസ്റ്റം. എന്താണ് ഡെനിയർ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടെസ്റ്റ് സിസ്റ്റം എന്താണെന്നുള്ളത്. ഇത് മറ്റേ നമ്മൾ ഡെനിയർ സിസ്റ്റം കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിൽ ടെസ്റ്റ് സിസ്റ്റം നമ്മൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് അക്സെപ്റ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് ടെസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. മറ്റടുത്ത് നമ്മൾ 9000 മീറ്റർ ആണ് ഒരു ഫിക്സഡ് വാല്യൂ ആയിട്ട് വെച്ചെങ്കിൽ ഇവിടെ 1000 മീറ്റർ ആണ്. ഇറ്റ് ഈസ് ദ വെയ്റ്റ് ഇൻ ഗ്രാം ഓഫ് 1000 മീറ്റർ ഓഫ് എ സിംഗിൾ യാൺ. 1000 മീറ്റർ ഓഫ് സിംഗിൾ യാൺ ആണ് ഇവിടുത്തെ ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് TEX എന്ന് തന്നെയാണ്. ഈ രണ്ട് കേസസിലും ഇപ്പം ഡെനിയർ ആണെങ്കിലും ടെസ്റ്റ് സിസ്റ്റം ആണെങ്കിലും യാൺ നമ്മൾ കൗണ്ട് അനുസരിച്ച്, ഇപ്പം യാൺ കൗണ്ട് കൂടുന്നതനുസരിച്ച് നമുക്ക് യാൺ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തിക്നെസ് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് സിസ്റ്റം എന്ന് തന്നെ ഇതിന് പേര് വരാൻ കാരണം. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആണെങ്കിൽ 1000 ഓഫ് യാൺ വെയിറ്റ് ഇൻ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ടെസ്റ്റ്. അപ്പോൾ 2 ഗ്രാം ആണെങ്കിൽ 2 ടെസ്റ്റ്, 20 ഗ്രാം ആണെങ്കിൽ 20 ടെസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ആണെങ്കിലോ ഇപ്പോൾ ഡെനിയർ കാണാനായിട്ട് ഞാനൊരു ഇക്വേഷൻ പറഞ്ഞില്ലേ, ഡെനിയർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ ഗ്രാം ഇൻറ്റു 9000 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ മീറ്റർ എന്ന് പറയുന്ന പോലെ ടെസ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, വെയിറ്റ് ഇൻ ഗ്രാം ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ മീറ്റർ. ഈ 9000 മാറി 1000 ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. മെയിൻലി ഇനി ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്കൊരു ഡെനിയർ ആയിട്ടുള്ള വാല്യൂ തന്നിട്ട് അത് ടെസ്റ്റിലോട്ട് മാറ്റാനും, ടെസ്റ്റിലുള്ള വാല്യൂ തന്നിട്ട് അത് ഡെനിയറിലേക്ക് മാറ്റാനും ഒരു എളുപ്പ വഴിയുണ്ട്. ഇപ്പം ഡെനിയറിൽ നിന്നും ഡെനിയർ വാല്യൂവിൽ നിന്നും ടെസ്റ്റ് വാല്യൂവിലേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, മൾട്ടിപ്ലൈ ബൈ 0.111. ഇനി ടെസ്റ്റിൽ നിന്നും ഡെനിയറിലേക്ക് മാറ്റുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 9. ഓക്കെ, ഡെനിയർ ആയിട്ടുള്ള വാല്യൂവിനെ ടെസ്റ്റ് വാല്യൂയിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ബൈ 0.111. ടെസ്റ്റ് വാല്യൂയിലുള്ളതിനെ ഡെനിയറിലേക്ക് മാറ്റാൻ വേണ്ടി മൾട്ടിപ്ലൈഡ് ഇൻറ്റു 9. മെയിൻലി ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ട് എല്ലാ ടെക്സ്റ്റിംഗ് ആയിട്ടുള്ള യാൺ സിസ്റ്റത്തിലും നമ്മൾ ടെസ്റ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ ഇൻഡയറക്റ്റ് സിസ്റ്റം. ഡയറക്റ്റ് സിസ്റ്റം എന്തായിരുന്നു പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്, ലെങ്ത് ബൈ യൂണിറ്റ് മാസാണ് ഇൻഡയറക്റ്റ് സിസ്റ്റം. മറ്റേതിൻ്റെ പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത്, മെയിൻലി മെഷേഴ്സ് നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ലെങ്തിൽ ഇത്ര മാസ് എന്നുള്ള, ഇവിടെ ആണെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള മാസിൽ ഇത്ര ലെങ്ത് എന്നുള്ള രീതിയിലാണ് ഇൻഡയറക്റ്റ് സിസ്റ്റം. എന്തുകൊണ്ട് ഇൻഡയറക്റ്റ് സിസ്റ്റം എന്ന് വന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 3 സിസ്റ്റം ഉണ്ട്, മെട്രിക് സിസ്റ്റം ഉണ്ട്, ബെട്ടി സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ റണ്ണേഴ്സ് സിസ്റ്റം ഉണ്ട്. ഈ 3 സിസ്റ്റത്തിലും തിക്നെസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ യാൺ കൗണ്ട് കൂടുന്നതനുസരിച്ച് തിക്നെസ് കുറയുകയാണ് ചെയ്യുന്നത്. മറ്റടുത്ത് എങ്ങനെയാണ്, ഡയറക്റ്റ് സിസ്റ്റത്തിൽ തിക്നെസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതിന് പോരുത്. അപ്പം നമ്മൾ ആദ്യത്തേതാണ് 3 ടൈപ്സ് ഉണ്ട്. അതിൽ മെട്രിക് സിസ്റ്റമാണ് ആദ്യം പറയാൻ പോകുന്നത്. മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് എ സിംഗിൾ യാൺ വെയിറ്റ് ഓഫ് 1 kg. അത് നമ്മൾ ഫിക്സ്ഡ് ആണ്, 1 kg ഇൻറ്റു ദാറ്റ് ഈസ് 1000 മീറ്റർ ഓഫ് യാൺ വെയിറ്റിംഗ് ഇൻ 1 kg ഈസ് ഇക്വൽ ടു 1 nm. നമ്മൾ മെട്രിക് സിസ്റ്റത്തെ സിംബലൈസ് ചെയ്യുന്നത് NM എന്നുള്ള ടേമാണ്. NM എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ 1000 മീറ്റർ ഓഫ് യാൺ വെയിറ്റിംഗ് 1 kg ആണെങ്കിൽ 1 nm, 20 എണ്ണം ആണെങ്കിൽ 20 എണ്ണം, അങ്ങനെ തന്നെ സെയിം. മറ്റേത് എങ്ങനെയാണോ അങ്ങനെ തന്നെ. ഇവിടെ എന്താ മാറിയിരിക്കുന്ന ഏക കാര്യം, ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ വെയിറ്റ് ആണ്. മെയിൻലി NM കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. NM കാണാൻ മെയിൻലി NM ഈസ് ഈക്വൽ ടു L, ലെങ്ത് ഇൻ മീറ്റർ ഡിവൈഡഡ് ബൈ W, വെയിറ്റ് ഇൻ ഗ്രാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ.
ലെങ്ത് ഇൻ മീറ്റർ ഇൻറ്റു വെയിറ്റ് ഇൻ ഗ്രാം എന്നൊരു ഇക്വേഷൻ ഉണ്ട്. സാധാരണ ഇത് ഇൻറ്റു 1 എന്നാണ് വരുന്നത്. ഇതിവിടെ 1 kg അല്ല വരുന്നത്, അതുകൊണ്ട് എപ്പോഴും 1 തന്നെ വരുന്നത്. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ആ 1നെ നമ്മൾ കൂട്ടുന്നില്ല. ഇങ്ങനെയാണ് ഇക്വേഷൻ. NM ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ മാസ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഇൻ ഗ്രാം. അടുത്തത് രണ്ടാമത്തത് ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ബ്രിട്ടീഷ് സിസ്റ്റത്തിന് മറ്റൊരു പേരുണ്ട് ഇംഗ്ലീഷ് കോട്ടൺ കൗണ്ട് എന്നൊരു പേരുണ്ട്. ബ്രിട്ടീഷ് സിസ്റ്റത്തിന് മറ്റൊരു പേരുണ്ട് ഇംഗ്ലീഷ് കോട്ടൺ കൗണ്ട്. ഇപ്പോൾ കോട്ടൺ കൗണ്ട് എന്ന് ക്വസ്റ്റ്യൻ കണ്ടാലേ അത് ബ്രിട്ടീഷ് സിസ്റ്റം ആണെന്ന് ഓർക്കുക. ഇവിടുത്തെ കേസിൽ നമ്മൾ 840 യാർഡാണ് ഫിക്സ്ഡ് ആയിട്ട് വരുന്നത്. 840 യാർഡ് ഇൻ യൂണിറ്റ് മാസ്. ഒരു പൗണ്ടിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു പൗണ്ടിൽ 840 യാർഡ് എന്നാണ് നമ്മൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ കണക്കാക്കുന്നത്. അപ്പം 840 യാർഡ് ഇൻ സിംഗിൾ യാർഡ് വെയിറ്റ് 1 പൗണ്ടിലാണെങ്കിൽ 1 NE. NE എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ മെയിൻലി മറ്റേ മെട്രിക് സിസ്റ്റം NM ആണെങ്കിൽ ഇത് NE ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം ഒരു 840 യാർഡ് വെയിറ്റ് 1 പൗണ്ടിനകത്ത് 840 ആണെങ്കിൽ 1 NM, 2 ആണെങ്കിൽ 2 NE, 20 ആണെങ്കിൽ 20 NE എന്നാണ്. ഇത് മെയിൻലി കോട്ടൺ സിന്തറ്റിക് ആയിട്ടുള്ള സ്റ്റേപ്പിൾ യാൺസിനകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ NE കൗണ്ട് ചെയ്യാൻ കൗണ്ട് NEക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതുകൂടെ നോട്ട് ചെയ്യുക. കൗണ്ട് NEക്ക് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ലെങ്ത് ഇൻ മീറ്റർ ആണ് ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു വെയിറ്റ്. 840 ഇവിടെ ഫിക്സ്ഡ് ആണേ. കൗണ്ട് NEയുടെ ഒരു ഇക്വേഷനാണിത്. ലെങ്ത് ഇൻ മീറ്റർ ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു വെയിറ്റ് എന്നുള്ളതാണ് നമ്മുടെ NEയുടെ ഒരു ഇക്വേഷൻ. NEക്ക് വേറൊരു ഇപ്പം NM തന്നു, NE നമുക്കറിയത്തില്ല. എങ്ങനെയാണെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. NM ഈസ് ഈക്വൽ ടു 1.69 ഡിവൈഡഡ് ബൈ NE എന്നൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. NM ഈസ് ഈക്വൽ ടു 1.69 ഡിവൈഡഡ് ബൈ NE എന്നൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് NM തന്നിട്ട് NE കണ്ടുപിടിക്കാനും NE തന്നിട്ട് NM കണ്ടുപിടിക്കാനും നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ NE മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്തും വെയിറ്റും തന്നിട്ട് NE കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മെയിൻലി അടുത്തത് റണ്ണേജ് സിസ്റ്റമാണ്. റണ്ണേജ് സിസ്റ്റം മെയിൻലി ഫിനിഷ്ഡ് ആയിട്ടുള്ള റോപ്സുകൾ ട്വൈൻസിൻ്റെ ഒക്കെ നമ്പർ ചെയ്യാൻ കൗണ്ട് നമ്പർ അറിയാൻ വേണ്ടിയാണ് നമ്മൾ റണ്ണേജ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിന് മെയിൻലി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മീറ്റർ ബൈ കിലോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ യാർഡ് ബൈ പൗണ്ട്, ഫീറ്റ് ബൈ പൗണ്ട് ഒക്കെയാണ് യൂഷ്വലി നമ്മൾ റണ്ണേജ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഇൻഡിക്കേറ്റ് ടു നോ ദ ലെങ്ത് ഇൻ എ ഫിക്സഡ് വെയ്റ്റ്. ലെങ്ത് ഓഫ് ദ യാൺ ഇൻ എ ഫിക്സഡ് വെയ്റ്റ്. ഇത്ര ഫിക്സ്ഡ് ആയിട്ടുള്ള വെയ്റ്റിൽ എത്ര നമുക്ക് ലെങ്ത് ഉണ്ടായിരിക്കും എന്നറിയാൻ വേണ്ടിയാണ് റണ്ണേജ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫിനിഷ്ഡ് ആയിട്ടുള്ള റോപ്സിൻ്റെ ട്വൈൻസിൻ്റെ ഒക്കെ യാൺ നമ്പർ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഇപ്പം ടെസ്റ്റിനെ ഇപ്പം NMൻ്റെ കാര്യം എന്താണ്, ടെസ്റ്റിനെ നമ്മൾ NMലേക്ക് മാറ്റാൻ ഒരു ഇക്വേഷനുണ്ട്. ടെസ്റ്റിനെ NMലേക്ക് മാറ്റാൻ ഉള്ളൊരു ഫോർമുലയുണ്ട്, ഒരു ഇക്വേഷനുണ്ട്. ടെസ് ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ NE. NM. ടെസ്റ്റ് ഈസ് ഈക്വൽ ടു 1000 ബൈ NM എന്നൊരു ഇക്വേഷനുണ്ട് ടെസ്റ്റിനെ NMലേക്ക് മാറ്റാൻ. ഇനി ടെസ്റ്റിനെ നമ്മൾ NEയിലേക്ക് മാറ്റുന്നെങ്കിലോ, NEയിലേക്ക് മാറ്റുകയാണെങ്കിൽ ടെസ്റ്റ് ഈസ് ഈക്വൽ ടു 5090.5 ഡിവൈഡഡ് ബൈ NE. ഓക്കെ, ടെസ്റ്റിനെ NEയിലേക്ക് മാറ്റാനും ടെസ്റ്റിനെ NMലേക്ക് മാറ്റാനുമുള്ള ഇക്വേഷൻസ് ആണിത്. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് വരും, അതുകൊണ്ട് ഇക്വേഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. മെയിൻലി ഇനി ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് നമുക്ക് ടെസ്റ്റിൻ്റെ ഫുൾ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ടെസ്റ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്കെല്ലാം ഒരു സ്ട്രക്ചറൽ ഫോമുല ഒക്കെ ആണെങ്കിൽ ടെസ്റ്റ് ഈസ് ഈക്വൽ ടു 5.5
590.5 divided by NE is equal to 1000 by NM is equal to 0.111 TD. ഇതെല്ലാം ടെസ്റ്റിൽ നിന്നും എങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഫോർമുല മൊത്തം പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ടെസ്റ്റിൽ നിന്ന് NEയിലേക്കും ടെസ്റ്റിൽ നിന്ന് NMയിലേക്കും ടെസ്റ്റിൽ നിന്ന് ഡെനിയറിലേക്കും എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. മെയിൻലി അത്രയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിസ്റ്റം ഇല്ലേ, ബ്രിട്ടീഷ് സിസ്റ്റം കൂടാതെ വേറെ 1-2 സിസ്റ്റംസും കൂടെ ഉണ്ട്. മെയിൻലി ഈ മെട്രിക് സിസ്റ്റം, ബ്രിട്ടീഷ് സിസ്റ്റം, അതുപോലെ തന്നെ റണ്ണേഴ്സ് സിസ്റ്റം ആണെങ്കിലും ഇപ്പോൾ 840 യാർഡ് വന്നതുപോലെ തന്നെ 300 യാർഡ് വരുവാണെങ്കിൽ അതിനെ ലിനൻ കൗണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ 300 യാർഡാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ലിനൻ കൗണ്ട് എന്ന് പറയും. ലിനൻ കൗണ്ട് അതിന് നമ്മൾ NL എന്നൊക്കെ പറയും. NL എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ 560 യാർഡാണ് വരുന്നതെങ്കിൽ 560, ഈ 840 വരുന്നിടത്ത് 560 യാർഡാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് വോസ്റ്റഡ് കൗണ്ട്. അതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്. 256 യാർഡാണ് വരുന്നതെങ്കിൽ നമ്മൾ വൂളൻ കൗണ്ട് എന്ന് വിളിക്കും. വൂളൻ കൗണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് NES എന്നാണ്. ഇത് വോസ്റ്റഡ് കൗണ്ടിനെ NEK എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. NK എന്നോ NEK എന്നോ ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ NEW എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് സിസ്റ്റത്തിൽ 3 സിസ്റ്റമാണ് പറഞ്ഞത്. മെട്രിക് സിസ്റ്റം ഉണ്ട്, ബ്രിട്ടീഷ് സിസ്റ്റം ഉണ്ട്, റണ്ണേഴ്സ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇത് 3 കൂടാതെ ഉള്ള ഒരു 3 സിസ്റ്റങ്ങളാണിത്. ഇത് അങ്ങനെ പോപ്പുലർലി യൂസ് ചെയ്യാറില്ല, എങ്കിലും നമ്മൾ 480 യാർഡ്സ് വരുന്നിടത്ത് 300 യാർഡാണെങ്കിൽ അത് ലിനൻ കൗണ്ട് എന്ന് നമ്മൾ വിളിക്കും. 560 യാർഡാണ് വരുന്നതെങ്കിൽ റോസ്റ്റഡ് കൗണ്ട് എന്ന് വിളിക്കും. 256 യാർഡാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ വൂളൻ കൗണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ ഇത്രയും പറഞ്ഞ ഒരു ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഡെനിയർ ഓഫ് എ യാൺ വെയിങ് 2 grams and 4500 meter ലോങ്. 4500 മീറ്റർ ലോങ് ഉള്ള 2 gram ഉള്ള ഒരു യാണിൻ്റെ ഡെനിയർ കാണാനാണ് ചോദ്യം. ഡെനിയർ കാണുന്ന ഇക്വേഷൻ ഏതാ? D is equal to W into 9000 divided by length in meter എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 2 into 9000 divided by 4500. ഇത് വെട്ടിപ്പോവും. 2 4 TD അല്ലെങ്കിൽ TD എന്നോ D എന്നോ എന്താണെങ്കിലും ഉത്തരം 4 ഡെനിയർ. അപ്പോൾ ഈ ഇക്വേഷൻ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. D is equal to W into 9000 divided by length എന്നുള്ളതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം: ഫൈൻഡ് ദ ടെസ്റ്റ് നമ്പർ. ഇനി ഇതിൻ്റെ ടെസ്റ്റ് നമ്പർ കാണാൻ സിമ്പിളാണ്. നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ കൊടുത്താൽ മതി. ടെസ്റ്റ് ഈസ് ഈക്വൽ ടു W വെയിറ്റ് ഇൻറ്റു 1000 എന്നല്ലേ, ഡിവൈഡഡ് ബൈ ലെങ്ത് എന്നാണ്. അപ്പോൾ അതും നമുക്ക് നേരെ തന്നെ ഇട്ട് കൊടുക്കാം. 25 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 500 എന്നുള്ളതാണ്. 50 ടെസ്റ്റ്. 250 അല്ലേ, 50 ടെസ്റ്റ്. അടുത്തൊരു ചോദ്യം നോക്കി. ഇഫ് ദ 2 pound of cotton yarn is
5040 അതായത് 5040 yards long. ഫൈൻഡ് ദ കൗണ്ട് NE കണ്ടുപിടിക്കാനാണ് ചോദ്യം വന്നേക്കുന്നത്. NEയുടെ ഇതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ NE ഈസ് ഈക്വൽ ടു ലെങ്ത്. NE എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി കോട്ടൺ യാണ്. NE എന്ന് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായത് ബ്രിട്ടീഷ് സിസ്റ്റം ആണെന്ന്. അപ്പോൾ NE ഈസ് ഈക്വൽ ടു ലെങ്ത് ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു എന്നുള്ളതാണ്. ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്, ലെങ്ത് 540 ആണെന്ന് തന്നിട്ടുണ്ടല്ലേ. ലെങ്ത് ഈസ് ഈക്വൽ ടു 540 അല്ല 5040 ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു 2 പൗണ്ടാണ്. ഉത്തരം വരുമ്പോൾ 540 ഡിവൈഡഡ് ബൈ 1680 എന്ന് വരും. അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് 3NE എന്ന് വരും. 3NE ആണ് ആൻസർ. ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് ആ ഇക്വേഷൻ പഠിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്താണ് 20NE ഉണ്ട്, ടെസ്റ്റ് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം. 20NE ഉണ്ട്, ടെസ്റ്റ് കണ്ടുപിടിക്കാം. സിമ്പിളാണോ? അത് ടെസ്റ്റിന് NE കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു. ടെസ്റ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ടെസ്റ്റ് ഈസ് ഈക്വൽ ടു 590.5 ഡിവൈഡഡ് ബൈ NE എന്നൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ 590 സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാമല്ലോ, 20 എന്നുള്ളതാണ് ആൻസർ. ഏകദേശം 29.5 എന്ന് വരും. ഓക്കെ, 29.5. 2 ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് നിർത്താം. 54 ഡെനിയർ യാണിനെ ടെസ്റ്റിലേക്ക് മാറ്റാനാണ്. 54 ഡെനിയർ യാണിനെ സിമ്പിളായിട്ട് നോക്കിയാൽ 54 ഡെനിയർ യാണിനെ ടെസ്റ്റിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 0.111 ഇൻറ്റു 8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഏകദേശം ഒരു 5.99 എന്നാണ് വരുന്നത്. നമ്മൾ അപ്രോക്സിമേറ്റ് അതൊരു 6 ആക്കാം. 6 ആക്കാം. ഇനിയിപ്പം എക്സാമിന് ചിലപ്പോൾ കാൽക്കുലേറ്റർ ഇല്ല, നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഡെസിമൽസ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റിനെ ഡെനിയറിലേക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തത്? ഇൻറ്റു 9 എന്നാണ്. അതിനർത്ഥം ടെസ്റ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെയും കൂടെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ടെസ്റ്റ് ഈസ് ഈക്വൽ ടു ഡെനിയർ ഡിവൈഡഡ് ബൈ 9 എന്ന് നമുക്ക് ഡെനിയർ ടെസ്റ്റിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ബൈ 9 ആണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനകത്ത് ഫോം ചെയ്തെടുക്കാം. ലൈക്ക് അപ്പോൾ ഡെനിയർ എത്ര ആയിരുന്നു? 54 ഡിവൈഡഡ് ബൈ 9 എന്നുള്ളത് 6 എന്ന് നമുക്ക് കിട്ടും. അപ്പം ഡെസിമൽ ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് ഒരു യാണ് 20NE ആണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത്. എൻ്റെ വെയിറ്റ് 2 പൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. 20 യാണുണ്ട്, അതിൻ്റെ ലെങ്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം എവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ലെങ്ത് യാണെന്ന് കൊടുത്തത് NE കൊടുത്തേക്കുന്നതുകൊണ്ട് ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. NE ഈസ് ഈക്വൽ ടു നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ ലെങ്ത് 840 ഇൻറ്റു വെയിറ്റ് എന്നുള്ളതാണ് ഇക്വേഷനാണ് നമുക്ക് അറിയാവുന്നത്. ഇതിനകത്തുനിന്ന് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാവേ. NE ഇവിടെ തന്നിട്ടുണ്ട്, 840 ഉണ്ട്, വെയിറ്റ് ഉണ്ട്, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് L ഈസ് ഈക്വൽ ടു NE ഇൻറ്റു 840 ഇൻറ്റു W എന്നുള്ള വെയിറ്റ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാമേ. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? L ഈസ് ഈക്വൽ ടു NE എന്ന് പറയുമ്പോൾ എത്ര? 20 ഇൻറ്റു 840 ഇൻറ്റു 2 33,600 യാൺസ്. ഓക്കെ, കിട്ടിയ ഉത്തരം കിട്ടിയേ. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് യാൺ നമ്പറിങ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് യാൺസിൻ്റെ ലെങ്തും, ടെസ്റ്റ് സിസ്റ്റം ആണെങ്കിൽ അത്, ഡെനിയർ സിസ്റ്റം ആണെങ്കിൽ അത്, മെട്രിക് സിസ്റ്റം ആണെങ്കിൽ ഏതൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് യാൺ കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ആ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി മെയിൻലി അതാണ് യാൺ നമ്പറിങ് സിസ്റ്റം അവിടെ നിന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടി ഇതിനകത്തൊരു ആഡ് ഓൺ ചെയ്യാനുണ്ട്. മെയിനായിട്ട് കോഡ് നമ്പർ എന്താണെന്നുള്ളതാണ്. കോഡ് നമ്പർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ സിംഗിൾ യാൺസിൻ്റെ ആ ഒരു നമ്പറിനെയാണ് നമ്മൾ കോഡ് നമ്പർ എന്ന് പറയുന്നത്. ഒക്കേഷണലി ഇത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ നൈലോൺ, കോട്ടൺ പോലെയുള്ള
നമ്മുടെ യാൺസുകൾക്ക് സ്പെസിഫൈ ചെയ്ത് നമ്മൾ കോഡ് നമ്പർ പറയാറുണ്ട്. അതുപോലെ ഡയമീറ്റർ നമ്മളെപ്പോഴും മില്ലിമീറ്ററിലാണ് നമ്മൾ കാണുന്നത്, സ്പെസിഫൈ ചെയ്ത്. ട്വൈൻസ്, റോപ്സിനൊക്കെ നമുക്ക് കാണാം. മോണോഫിലമെൻറ്റ് അല്ലെങ്കിൽ മാനില ട്വൈൻസ്, സ്റ്റീൽ വയർ റോപ്സ്, ഫൈബർ റോപ്സ് എന്തായാലും അതിൻ്റെ ഡയമീറ്റർ നമ്മൾ മില്ലിമീറ്ററിലാണ് കാണപ്പെടുന്നത്. സർക്കംഫറൻസ് ഒരു ഫൈബർ റോപ്സിൻ്റെ ഡയമീറ്റർ, ഒരു സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മില്ലിമീറ്ററിലാണ് കാണപ്പെടുന്നത്. ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇനി എന്താണ് ട്വൈൻ എന്നുള്ളതാണ്. ട്വൈൻ എന്ന് കുറേ നേരമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ട്വൈൻ എന്ന് ചോദിച്ചാൽ എന്താ? ട്വൈൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ത്രെഡ് കമ്പോസ്ഡ് ഓഫ് 2 or more, ഇതാണ് കമ്പോസ്ഡ് ഓഫ് 2 or more സ്മാളർ സ്ട്രെങ്ത് ഓഫ് യാൺസ്. ചെറിയ സ്ട്രെങ്ത് യാൺസോ അതിൻ്റെ സ്ട്രാൻഡ്സുകളോ ട്വിസ്റ്റ് ചെയ്തുണ്ടാക്കുന്നതാണ് ട്വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ അല്ലെങ്കിൽ കോഡെന്ന് നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്ത് പറയാം. ട്വൈൻസ് നമുക്ക് നാച്ചുറൽ ഫൈബേഴ്സ് ഉള്ള ട്വൈൻസ് ഉണ്ട്. കോട്ടൺ വെച്ച്, സിസാൾ വെച്ചൊക്കെ, ഹെമ്പൊക്കെ വെച്ചിട്ടുള്ള നാച്ചുറൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ട്വൈൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് നമ്മളിപ്പം മെയിൻലി സിന്തറ്റിക് ഫൈബേഴ്സാണ്. ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്. മെയിൻലി ഇപ്പോഴും നാച്ചുറൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത് അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ഇല്ലേ, അങ്ങനെയുള്ള കൺട്രീസ് മാത്രമാണ് ഇപ്പോഴും നാച്ചുറൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെല്ലാം കൂടുതലും സിന്തറ്റിക് ഫൈബേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ഒക്കെ അത് തന്നെയാണ്. എന്താണ് റോപ്പ് നമ്മൾ യാൺസിൽ നമ്മൾ ഒരു ഫിഷ് ഗിയർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ റോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കോഡേജ് ഓഫ് ദ സർക്കംഫറൻസ് 25 മില്ലിമീറ്ററോ അതിന് കൂടുതലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഡ്രോപ്പ് എന്ന് വിളിക്കും. റോപ്പ് നമുക്ക് ഫിഷിംഗ് വെസൽസിലും ഫിഷിംഗ് ഗിയേഴ്സിലും ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് നമ്മൾ റോപ്സ് നോക്കുന്നത്. നമ്മൾ ഈ ബോട്ട്സൊക്കെ ആങ്കറിങ് ചെയ്യാനൊക്കെ നമ്മൾ റോപ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിഷിംഗ് ഗിയേഴ്സ് അല്ലെങ്കിൽ പേഴ്സീൻസ്, ട്രോൾസിലൊക്കെ നമുക്ക് ഫിഷ് ഒന്ന് എസ്കേപ്പ് ആയി പോവാതിരിക്കാൻ റോപ്പ് യൂസ് ചെയ്യാം. അതുപോലെ പേഴ്സ് ലൈൻസിലൊക്കെ, കോഡ് ലൈൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സീൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിഷിനെ നമ്മൾ ആ ഒരു നെറ്റിലേക്ക് ഗൈഡ് ചെയ്യാൻ നമ്മൾ റോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി റോപ്സിനെ നമുക്ക് അവരുടെ റോ മെറ്റീരിയൽസിനെ ബേസ് ചെയ്ത് 4ആയിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് വെജിറ്റബിൾ ഫൈബർ റോപ്സ്. നമുക്കറിയാം, നേരത്തെ ആദ്യമത്തെ നമ്മുടെ യാണിൻ്റെ ക്ലാസിഫിക്കേഷന് തന്നെ എടുത്ത് പറഞ്ഞതാണ് വെജിറ്റബിൾ ഫൈബേഴ്സ് യാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് വെജിറ്റബിൾ ഫൈബർ റോപ്സ്. അപ്പം നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന റോപ്സാണ് വെജിറ്റബിൾ ഫൈബർ റോപ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ മെയിൻലി മനില, സിസാൽ കയറിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഫൈബർ റോപ്സാണിത്. അതാണ് ഡെവലപ്പിംഗ് കൺട്രീസിൽ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഡെവലപ്ഡ് കൺട്രീസിൽ ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. അടുത്തത് സിന്തറ്റിക് ഫൈബർ റോപ്സാണ്. മെയിൻലി നമുക്ക് യൂസ് ചെയ്യുന്നത് നൈലോൺ, പോളിയമൈഡ്, നമ്മുടെ PS, PE, PP, പോളിപ്രൊപ്പലിനൊക്കെയാണ് മെയിൻലി സിന്തറ്റിക് ഫൈബർ റോപ്സിനകത്ത് വരുന്നത്. ഹൈ ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഉണ്ട്, റോട്ട് റെസിസ്റ്റൻസും യൂണിഫോമിനും കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ സിന്തറ്റിക് ഫൈബർ റോപ്സാണ് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ PVC, ജപ്പാനിലൊക്കെ PVCയും PVAയും പോളിവിനൈൽ ക്ലോറൈഡും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് മെറ്റൽ റോപ്പ് ഫൈബേഴ്സ്. ഇതൊരു മെറ്റൽ റോപ്പ് ഫൈബേഴ്സാണ്. കുറച്ചും കൂടെ മെറ്റാലിക് ആയിട്ടുള്ള റോപ്സാണ് മെറ്റൽ ഫൈബർ റോപ്സ് അല്ലെങ്കിൽ മെറ്റൽ വയർ റോപ്സ്. കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഡയമീറ്ററും സ്ട്രെങ്തും ജോമെട്രിക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും മെറ്റൽ. പക്ഷേ റിസ്ക് ഓഫ് ഇഞ്ചുറി ഉണ്ടാവാൻ കുറച്ച് ചാൻസ് കൂടുതലാണ് മെറ്റലായതുകൊണ്ട്. പിന്നെ കോമ്പിനേഷൻ റോപ്സ് എന്ന് പറയുമ്പോൾ മെറ്റലും നാച്ചുറലും നമ്മുടെ അതുപോലെ തന്നെ സ്റ്റീൽ വയേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും റോപ്സും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് കോമ്പിനേഷൻ റോപ്സ്. ഇത് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്, ഫ്ലെക്സിബിളാണ്. നമ്മുടെ ഇഞ്ചുറീസിൽ നിന്നൊക്കെ റിസ്ക് ഒക്കെ കുറച്ച് കുറവാണ്. മോസ്റ്റ്ലി നമ്മൾ ട്രോളിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ട്രോളിങ്ങിൽ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് വേണമല്ലോ, നമ്മുടെ ഫിഷസിനെയൊക്കെ ഹെവി ആയിട്ട് നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ട്രോളിങ്ങിലൊക്കെ കോമ്പിനേഷൻ റോപ്സാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ്റെ ബേസിസിൽ റോപ്സിനെ നമ്മൾ ലെയ്ഡ് റോപ്സ്, ബ്രെയ്ഡഡ് റോപ്സ് എന്ന് തിരിച്ചിട്ടുണ്ട്. ലെയ്ഡ് റോപ്സ് എന്ന് പറയുമ്പോഴത്തേനും ബൈ ട്വിസ്റ്റിംഗ് ദ സ്ട്രാൻഡ്സ് ഓഫ് ഹെലിക്കൽ ഫോമിലേക്ക് നമ്മൾ സ്ട്രാൻഡ്സിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ലെയ്ഡ് റോപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിരിച്ചെടുക്കത്തില്ല, ലെയ്ഡ് ചെയ്തെടുക്കുക എന്ന് പറയും.
നമ്മൾ 3 സ്ട്രാൻഡ് റോപ്സ് ഉപയോഗിച്ചാണ് ട്വിസ്റ്റ് ഒരു ഹെലിക്കൽ ഫോം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹൗസർ ലെയ്ഡ് റോപ്പ് എന്ന് വിളിക്കും. ഹൗസർ ലെയ്ഡ് റോപ്പ്. അതുപോലെ തന്നെ 4 സ്റ്റാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ നമ്മൾ ഷ്രൗഡ് ലെയ്ഡ് റോപ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ കേബിൾ ലൈഡ് റോപ്സ് ഉണ്ട്. ഒരു മെയിൻ കേബിൾ വന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് റോപ്സ് പോകുന്നതിനെ കേബിൾ ലൈഡ് റോപ്സ് എന്ന് നമ്മൾ വിളിക്കും. ബെയ്ഡഡ് റോപ്സ്, നമ്മൾ മുടിയൊക്കെ പിന്നത്തില്ലേ, ആ ഒരു രീതിയിൽ ബെയ്ഡ് ചെയ്തെടുക്കുന്ന റോപ്സിനെയാണ് ബെയ്ഡഡ് റോപ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഡയഗണൽ പാറ്റേണിൽ നമ്മൾ ക്ലോസ്ലി ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ബെയ്ഡഡ് റോപ്സ്. ട്യൂബുലാർ ബെയ്ഡഡ് റോപ്സ് ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻലി ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ കോസ്റ്റ്. ഇതിന് പ്രൈസ് ഭയങ്കര കൂടുതലാണ്, പക്ഷേ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അത് ഡ്രൈ ആവും. ഈസി ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസിയാണത്. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് അല്ല. നമുക്ക് കുറച്ചുകൂടെ ഹയർ കോസ്റ്റ് വരുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. അതുപോലെ പ്ലേറ്റഡ് ഡ്രോപ്സ് ഉണ്ട്. 2 or 3 അതിലധികമോ സ്റ്റാൻഡ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്തുള്ളതാണ് പ്ലേറ്റഡ് ഡ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഹെവി ഡ്യൂട്ടിയുള്ള ഫിഷിങ്ങിലൊക്കെ നമ്മൾ പ്ലേറ്റഡ് റോപ്സാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ നെറ്റിംഗ് യാൺസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നെറ്റിംഗ് യാൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റൈൽ നമ്മൾ ഈ നെറ്റിങ്ങിൽ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന യാൺസാണ് നെറ്റിംഗ് യാൺസ്. ആ ഒരു ടേമിൽ തന്നെ ആ ഒരു ഡെഫിനേഷൻ ഉണ്ട്. വേറെ പ്രോസസ് അണ്ടർഗോ എനി അതർ പ്രോസസ്സിൽ പോവാതെ തന്നെ ഉള്ള യാണാണ് നെറ്റിംഗ് യാൺസ്. ട്വിസ്റ്റിങ് ബെയ്ഡിങ് ആയിട്ടുള്ള യാൺസിന് നമ്മൾ നെറ്റിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നു, ബെയ്ഡ് ചെയ്യുന്നു. ട്വിസ്റ്റഡ് യാൺസ് ഉണ്ട്, ബെയ്ഡഡ് നെറ്റിംഗ് യാൺസ് ഉണ്ട്, അതുപോലെ തന്നെ നോട്ട്ലെസ് ആയിട്ടുള്ള യാൺസ് ഉണ്ട്. നമ്മൾ ഈ മത്സ്യഫെഡിന് കൊച്ചിയിലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നെറ്റൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ വലിയ മെഷീനറീസിലൊക്കെ ഇങ്ങനെ നെറ്റ് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. അത് കളറ് കൊടുക്കുന്നത്, ഇപ്പം നൈലോണൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അതുപോലെ ഒരു വൈറ്റ് കളറാണെങ്കിൽ അതിനെ റെഡ് കളറ് ഗ്രീൻ കളറും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. വലിയ ഓട്ടോക്ലേവിനകത്തൊക്കെ ഇതിങ്ങനെ ഇട്ടിട്ട് അതിന് റെസിസ്റ്റൻസ്, ഹീറ്റ് റെസിസ്റ്റൻസ് ഒക്കെ വരുത്താൻ വേണ്ടി അവർ ഹീറ്റൊക്കെ കൊടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ. എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെറ്റ്സൊക്കെ എങ്ങനെയാണ് നമ്മുടെ മേക്ക് ചെയ്യുന്നത്, പല നെറ്റ്, പിന്നെ അതുപോലെ നോട്ട് ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു ചേച്ചി ഇരുന്നിട്ട് ഈ നെറ്റ് ഓൾറെഡി പ്രോസസ്സർ എടുത്ത നെറ്റ് വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ചെറിയ എന്തെങ്കിലും, ഇപ്പോൾ മെഷീനറി ആണെങ്കിൽ പോലും എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ളൊരു മിസ്റ്റേക്കോ ഏതെങ്കിലും നോട്ട് വീഴാതെയോ പോയി കഴിഞ്ഞാൽ മീൻ രക്ഷപ്പെടുമല്ലോ, എസ്കേപ്പ് ആവും. അത് വലിയ നഷ്ടം ഉണ്ടാക്കും. അതുകൊണ്ട് പ്രോസസ്സ് നല്ലതാണ്. അവിടെ പോയി നെറ്റ് മേക്കിംഗ് കാണുന്നത്, പലതരം നെറ്റുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നൈലോൺസ്, നാച്ചുറൽ, എല്ലാം ഈ നമുക്ക് തൊട്ട് നോക്കി നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസിനെയൊക്കെ അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം നെറ്റിംഗ് യാൻസ് അത് 3 ഉണ്ട്. ട്വിസ്റ്റഡ് നെറ്റിംഗ് യാൻസ് ഉണ്ട്, നോട്ട്ലെസ് ആയിട്ടുള്ള യാൻസ് ഉണ്ട്, ബെയ്ഡഡ് നെറ്റിംഗ് യാൻസ് ഉണ്ട്. ട്വിസ്റ്റഡ് നെറ്റിംഗ് യാൻസ് എന്ന് പറയുമ്പോഴത്തേനും സിംഗിൾ യാൻസിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് ട്വിസ്റ്റഡ് നെറ്റിംഗ് യാൻസ് എന്ന് പറഞ്ഞാൽ. ഒരു സ്ട്രാൻഡ് അല്ലെങ്കിൽ പ്ലൈ ആയിട്ട് എടുക്കുക, അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സിംഗിളായിട്ടുള്ള ഫൈബേഴ്സിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സ്റ്റാൻഡോ ഫ്ലൈസോ ആക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് നെറ്റിംഗ് യാൻസ് എന്ന് പറയുന്നത്. 3 അതിലധികമോ സ്റ്റാൻഡുകളെ നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് നെറ്റിംഗ് ട്വൈൻ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഗൂഗിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. പ്ലേസ് ചെയ്തിട്ടും ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്കിലും പറയാം. ദിസ് ഈസ് ദ ഫൈബേഴ്സ്. ഇത് ഈ ചെറിയ നാര് പോലെയുള്ളത് ഫൈബേഴ്സാണ്. ഫൈബേഴ്സ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ യാൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഇത് സിംഗിൾ യാൻസ് ആണ്, ഇത് ഫൈബേഴ്സാണ്, ഇത് സിംഗിൾ യാൻസ് എന്ന് പറയും. സിംഗിൾ യാൻസ് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് ഫോൾഡഡ് യാൻസ് അഥവാ നെറ്റിംഗ് ട്വൈൻ, ഇത് നെറ്റിംഗ് ട്വൈൻ ആണ്, ട്വൈൻസ് ഉണ്ടാക്കുന്നു. നെറ്റിംഗ് ട്വൈൻസിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നെറ്റിംഗ് യാൺസുകൾ ഉണ്ടാക്കാം. ഈ ഒരു സാധനത്തെ നമ്മൾ കീപ്പിൾഡ് യാൺ എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് കൺസ്ട്രക്ഷൻ. നിങ്ങൾ ഗൂഗിളിൽ കൺസ്ട്രക്ഷൻ ഓഫ് ട്വിസ്റ്റഡ് നെറ്റിംഗ് യാൺസ് എന്ന് അടിച്ചു കൊടുത്താൽ ക്ലിയർ ആയിട്ട് ഈ ഫോട്ടോ കാണാൻ പറ്റും.
ഫൈബേഴ്സ് ട്വിസ്റ്റ് ചെയ്തിട്ട് സിംഗിൾ യാൺ ഉണ്ടാകുന്നു, സിംഗിൾ യാൺസ് ട്വിസ്റ്റ് ചെയ്തിട്ട് നെറ്റിംഗ് ട്വൈൻസ് ഉണ്ടാകുന്നു, നെറ്റിംഗ് ട്വൈൻസ് ട്വിസ്റ്റ് ചെയ്തിട്ട് നെറ്റിംഗ് യാൺ ഉണ്ടാകുന്നു. അതാണ് മെയിൻലി ട്വിസ്റ്റഡ് നെറ്റിംഗ് യാൻസിൻ്റെ മെയിൻ കൺസ്ട്രക്ഷൻ ആണത്. അടുത്തത് വരുന്നത് ബെയർഡ് ആയിട്ടുള്ള നെറ്റിംഗ് യാൻസ് ആണ്. ഡയറക്ഷനിൽ നമ്മൾ ബെയർഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെടുക്കുന്ന എന്നുള്ളൊരു അർത്ഥമേ ഉള്ളൂ. ഇൻ്റർലൈസിങ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് യാൻസിനെ ഇൻ്റർലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബിയാർഡ് നെറ്റിംഗ് യാൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇതിനെ മെയിൻലി ഇതും കൺസ്ട്രക്ഷൻ ഓഫ് ട്വിസ്റ്റഡ് ബെയ്ഡഡ് നെറ്റിംഗ് യാൻസ് എന്ന് നോക്കിയാൽ മതി. ക്ലാരിറ്റി കുറവാണെന്നറിയാം. ഇതൊരു ഏതാണ്ട് ഒരു കോറാണ്. ഇതിന് നമ്മൾ കോറെന്ന് വിളിക്കും. ഒരു കോറിയാണ് ഉണ്ടായിരിക്കും. അതിനെ ചുറ്റിക്കൊണ്ടാണ് ഈ സ്ട്രാൻഡുകളാണ്. ഇതിന് നമ്മൾ സ്ട്രാൻഡ് എന്നാണ് വിളിക്കുന്നത്. സ്ട്രാൻഡ്സ് മെയിൻ കോറിനെ ചുറ്റിക്കൊണ്ടാണ് ഈ സ്ട്രാൻഡ്സുകൾ പോകുന്നത്. ഓരോ സ്റ്റാൻഡിലും ഇതിനെയാണ് നമ്മൾ സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നതെങ്കിൽ ഈ ഓരോ സ്റ്റാൻഡിലും 3 സിംഗിൾ യാണെങ്കിലും ഒരു 3 സിംഗിൾ യാൻസുകളെങ്കിലും ഉണ്ടായിരിക്കും. ഈ ഓരോണത്തിലും 3 സിംഗിൾ യാൻസ് ഉണ്ടായിരിക്കും. ഇതൊരു കോറാണ്. കോറിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സ്ട്രാൻഡുകൾ പോകുന്നുണ്ട്. ഓരോ സ്റ്റാൻഡിലും 3 സിംഗിൾ യാൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഇതിനെ ആർടെക്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു കോർ മെയിൻലി ഇതിനാണ് ആർടെക്സ് എന്ന് വിളിക്കും. ഇതാണ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ബെയ്ഡഡ് നെറ്റിംഗ് യാൻസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ നോട്ട്ലെസ് ആയിട്ടുള്ള യാൻസ് ഉണ്ട്. ഇപ്പം നോട്ട് ഇടാതെ തന്നെ യാൻസ് ഉണ്ട്. അത് നെറ്റിംഗ് യാൻസ് ഉണ്ട്. നോട്ട്ലെസ് നെറ്റിംഗ് യാൻസ് വിത്തൗട്ട് നോട്ട്സ് അത് തന്നെ 3 ഉണ്ട്. ജപ്പനീസ് ടൈപ്പ് ഉണ്ട്, നോട്ട്ലെസ് റീച്ചൽ നെറ്റിംഗ് ഉണ്ട്, ബെയർഡ് നോട്ട്ലെസ് നെറ്റിംഗ് ഉണ്ട്. 3 ഉണ്ട്. മെയിൻലി ഇതൊരു റീച്ചൽ നെറ്റിംഗ് ടൈപ്പിൻ്റെ. അതുകൊണ്ട് നോട്ടൊന്നും വീഴുന്നില്ല. ജസ്റ്റ് ഇത് ആ നൂലുകൾ ഇഴ ചേർന്ന് പോവുക. അല്ലാതെ മെയിൻലി ഇതിനകത്തൊരു നോട്ടും ഒരു കെട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ദിസ് ഇസ് എ പിക്ചർ ഓഫ് എ റീച്ചൽ നോട്ട്ലെസ് നെറ്റിംഗ്. ഇതും പിക്ചേഴ്സ് അത്ര ക്ലാരിറ്റി അല്ല, ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ മാക്സിമം നോക്കി, പക്ഷേ ആ ക്ലിയർ ഉള്ള ഫോട്ടോസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. ഇത് ജപ്പനീസ് ടൈപ്പാണ്. ഇത് ബെയർഡ് ടൈപ്പാണ്. ബ്രെയ്ഡഡ് ടൈപ്പാണ്. ജപ്പനീസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാസിൽ ഇപ്പോൾ 2 കമ്പോണൻറ്റ് ഇല്ലേ, 2 കമ്പോണൻറ്റ് ഒരു സിംഗിൾ യാണിൽ 2 കമ്പോണൻറ്റ്സ് മറ്റൊരെണ്ണത്തിൻ്റെ നൈബറിങ് യാണിലെ ട്വിസ്റ്റ് ചെയ്താണ് ജപ്പനീസ് ട്വിസ്റ്റഡ് നോട്ട്ലെസ് നെറ്റിംഗ് ഉണ്ടാകുന്നത്. മെയിൻലി നെറ്റിംഗ് മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ട്വിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റീച്ചൽ ഇതെന്ന് പറഞ്ഞാൽ 3 സിംഗിൾ യാൻസുകൾ കമ്പോസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ഫോമാണ് നെറ്റിംഗ്. 3 ഇഴകൾ ഉണ്ടായിരിക്കും അതിനകത്ത്. റീച്ചൽ നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ജോയിൻസും മെയിൻലി അത് നോട്ടല്ല ഉണ്ടാകുന്ന ഒരു ജോയിൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു പിക്ചറിൽ ഈ ഒരു പോർഷനാണ് ജോയിൻസ് എന്ന് പറയുന്നത്, നോട്ട് എന്നല്ല പറയുന്നത്. നോട്ട് വീഴാറില്ല, അത് ടൈ ആവാതില്ല. മെയിൻലി ജോയിൻസ് ആണ് ഉണ്ടാകുന്നത്. ബ്രൈഡഡ് നെറ്റിംഗ് എന്ന് പറയുമ്പോൾ 3-4 സ്റ്റാൻഡ്സ് റിയൽ ബ്രാൻഡ്സുകൾ യൂസ് ചെയ്ത് നോട്ട്ലെസ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി എന്താണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ? നമുക്കൊരു നെറ്റിംഗ് യാണ്ട് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെറ്റിംഗ് യാണ്ട് ഒരു സ്പെസിഫിക്കേഷനാണ്. നമ്മുടെ ഡയമീറ്റർ മില്ലിമീറ്ററിലാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ യാണ്ട സൈസ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഒരു സ്ട്രാൻഡിൽ എത്ര യാൺസ് ഉണ്ടായിരിക്കും, ഒരു ടോയിനിൽ എത്ര സ്ട്രാൻഡ്സ് ഉണ്ടായിരിക്കും എന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു നമ്പർ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊക്കെ ഇങ്ങനൊരു നമ്പർ കാണും. ഇപ്പം 210D × 3 ഒരു എക്സാമ്പിളാണ്. × 3 എന്നൊരു നമ്പർ മാത്രം കാണും. അതിൻ്റെ ആദ്യത്തെ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ സൈസിനെയാണ്, യാൺ സൈസിനെയാണ്. രണ്ടാമത്തെ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് ഒരു സ്ട്രാൻഡിൽ എത്ര യാൺസ് ഉണ്ട് അതിനെയാണ്. മെയിൻലി ഇവിടെ 3 കാണിച്ചേക്കുന്നത്. ഒരു സ്റ്റാൻഡിൽ 3 യാൺസ് ഉണ്ടെന്നാണ്. മൂന്നാമത്തെ നമ്പർ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്വൈനിനകത്ത് എത്ര സ്റ്റാൻഡ്സ് ഉണ്ടെന്ന്. ഇവിടെ 3 ആയതുകൊണ്ട് 3. ഇതാണ് നെറ്റിംഗ് ടൈമിൻ്റെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. മെയിൻലി അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്തത് യാൺ നമ്പറിങ് സിസ്റ്റമാണ്. അതുപോലെ നെറ്റിംഗ് യാൺസ് എന്താണ്, ഈ റോപ്സ് എന്താണ്,
ട്വൈൻ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. ഫിഷ് ഗിയർ മെറ്റീരിയൽസിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം നന്നായിട്ട് പഠിക്കുക. ബൈ.